മുത്തുച്ചിപ്പി ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടോ? ഞാനോ? ഞാൻ മുത്തുച്ചിപ്പി ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ അപ്പച്ചൻ്റെ ഞാൻ മുത്തുച്ചിപ്പി എന്ന പുസ്തകം ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അതായത് എനിക്ക് ഏകദേശം 12 വയസ്സ് 13 വയസ്സ് 12 13 14 8 ഒക്കെ വയസ്സായപ്പോഴേക്കും ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങടെ ഭർത്താവ് പാലക്കാരനാണ്. അവരുടെ വീട്ടിൽ ഞാൻ അപ്പച്ചൻ്റെ വീട്ടിൽ പോകുമ്പം എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ ഞാൻ പോകും. അപ്പച്ചൻ്റെ വീട്ടിൽ അപ്പച്ചൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ, വടക്കാഞ്ചേരിയിലാണ്. അപ്പം ഞാനിങ്ങനെ അച്ചാച്ചൻ ജോലിക്ക് പോകും, കുഞ്ഞുമ്മ അവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ അവിടെ പോകും. അപ്പം കുഞ്ഞുമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുണ്ട്, ഇഷ്ടം കന്നുകാലികളും ആടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചൻ്റെ വീട്ടിൽ വെക്കേഷന് പോകുമ്പോൾ വല്യമിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പോകും. അപ്പം അങ്ങനെ അവിടെ കിടക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കിടക്കാൻ. ഓടിട്ട വീടാണെങ്കിലും തറവാട്ടിൽ. അപ്പോൾ കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോയി കിടക്കും. അപ്പച്ചൻ്റെ വീട്ടിൽ ഞാൻ കിടക്കൂല, പക്ഷെ അവിടെ പാപ്പിയൊക്കെ വന്നു ഞാൻ അവിടെ പോകും. കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചൻ്റെ പെങ്ങടെ വീട്ടിൽ കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോയി കിടക്കും. അപ്പോൾ ആ കുഞ്ഞുമ്മയുടെ ഭർത്താവുണ്ട് അച്ചാച്ചൻ ഭയങ്കര മുത്തുച്ചിപ്പിയുടെ ആളാണ്, സത്യം, സീരിയസ്ലി. എന്നിട്ട് ഞാനെന്നെ ചേച്ചിയുണ്ട്, ഞാൻ കടപ്പോവും. അപ്പം ഞാൻ ചെയ്ത് കുറേ ബുക്കും പുസ്തകമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്ത് എന്ത് കഥ ബുക്കാണോന്നറിയില്ല. നാനേ ഒക്കെ ഉണ്ട് അവിടെ കുറേ ഇങ്ങനെ ചിത്രം എന്ത് ബുക്ക്. അപ്പം ഈ 12-13 വയസ്സിൽ ഈ പറയുന്ന രതിമൂർച്ച എന്താണെന്നും ഈ മറ്റേ സാമാനം എന്താണെന്നും എന്നൊന്നും നമുക്കറിയില്ല. വായിക്കലുണ്ട്. അപ്പം ഞാൻ ഈ ബുക്ക് ഇതെന്തായിരിക്കും വെച്ചു ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ കാല് പൊക്കി വെക്കുക, അതൊക്കെ വെക്കുക എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലായില്ല. എന്തോ കഥ വായിക്കുന്നല്ലോ കഥ വായിച്ച്. പക്ഷെ അത് ഇപ്പം പിന്നെ എന്തുവാന്നും ഓർഗാസം എന്താണെന്നൊക്കെ നമുക്കറിയാം. ആ സമയത്ത് എന്തുവാന്നും ഭിത്തി എന്തോന്ന് ഭിത്തി രതിഭിത്തിയോ അത് ഭിത്തിയോ എന്താന്നൊക്കെ പറയൂല. അപ്പം എൻ്റെ വിചാരം ഏതോ തൂണായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചൊക്കെ വയ്ക്കണം. അവിടെ എപ്പോഴും ഉണ്ടാവും മുത്തുച്ചിപ്പി. പക്ഷെ ഇപ്പം അച്ചാച്ചനും എൻ്റെ ആൻറ്റി മരിച്ചു പോയിടൂ. ഇപ്പം മരിച്ച് അവർക്ക് മക്കളില്ല. എൻ്റെ കുഞ്ഞുമ്മയും മരിച്ച്, ജോണി അച്ചാച്ചനും മരിച്ചു, രണ്ടുപേരും മരിച്ചു. ജോണി അച്ചാച്ചനെ ആരോ കൊന്നിട്ടു കെഞ്ചിനകത്ത്. അത് കണ്ടിട്ട് വൈഫിന് വയ്യാണ്ട് വന്നു, മാനസിക രോഗമായി. അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ വന്നു. അപ്പച്ചൻ്റെ അനിയൻ, അപ്പച്ചൻ്റെ ചേട്ടൻ എല്ലാവരും കൂടെ കുഞ്ഞുമേനെ നോക്കി. അപ്പച്ചൻ്റെ പെങ്ങളെ നമ്മുടെ ഇവിടെ എറണാകുളം അമൃതാമ്മയുടെ ഹോസ്പിറ്റലിൽ കിടത്തി. വാൽവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം 3 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഹാർട്ടിനെല്ലാം കഴിഞ്ഞു. എന്നിട്ട് കുഞ്ഞുമ്മയ്ക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, അതിലില്ലേ നടക്കും. എന്നിട്ട് അപ്പച്ചൻ്റെ വീട്ടിലെ അവിടെ താഴോട്ട് ഒരു കരോട്ടൊരു കിണറുണ്ട്. ആ കിണറിൽ ഇങ്ങനെ കുഞ്ഞുമ്മ നോക്കി വെക്കും. അവിടെ അച്ഛൻ മരിച്ച് ആരോ കൊന്നിട്ടു, തലയ്ക്കടിച്ച്. കുഞ്ഞുമ്മ അങ്ങനെ എപ്പോഴും നോക്കും. അങ്ങനെ ചീത്തയുടെ അസുഖം വന്നു. അങ്ങനെ ആള് വയ്യാണ്ടൊക്കെ വന്ന് കിടപ്പിലായി. മക്കളൊന്നുമില്ല, മരിച്ചു, രണ്ടുപേരും മരിച്ചു. ഇപ്പം അവരുടെ വീട് സ്ഥലമൊക്കെ ഉണ്ട്. അത് അപ്പച്ചൻ്റെ അനിയൻ എഴുതി മേടിച്ചു. അങ്ങേർക്ക് കിട്ടി. അയാൾ ഭയങ്കര ദ്രോഹി അപ്പച്ചൻ്റെ അനിയൻ. എൻ്റെ അപ്പൻ്റെ മുതലും കിട്ടി, കുഞ്ഞുമ്മയുടെ മുതലും കിട്ടി. കുഞ്ഞുമ്മയുടെ മുതൽ ഞങ്ങൾക്ക് കൊള്ളാണ്, മക്കളില്ലാത്തതുകൊണ്ട് എല്ലാം. ഇപ്പം അപ്പച്ചൻ്റെ അമ്മയും മരിച്ചു, അതും കിട്ടി. അങ്ങനെ വലിയ കഥയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇപ്പം അപ്പച്ചൻ്റെ എൻ്റെ കുഞ്ഞുമ്മ മരിച്ചിട്ടും കുഞ്ഞുമ്മയുടെ അച്ചാച്ചൻ ജോണച്ചനും മരിച്ചിട്ട് ഇപ്പം ഏകദേശം ഞാൻ പറയാം. എൻ്റെ കല്യാണത്തിന് ഞാൻ ഒളിച്ചോടി പോണതിന് മുന്നേ 12 വയസ്സ് 14-13 വയസ്സ് മരിച്ചതാണ്. എന്നുവെച്ചാൽ ഇപ്പം മരിച്ചിട്ട് എൻ്റെ കല്യാണത്തിന് 13 വർഷം 4 വർഷം 18-13 വർഷമായിട്ടുണ്ടാവും. എടാ അന്നാളൊക്കെ ചെറുപ്പമാണ്, എന്ത് ചെയ്യാനാടാ മയിലേ. ഞാൻ അത് വായിച്ചൊരിക്കലും കോപ്പും മനസ്സിലായിട്ടില്ല. അവിടെ അച്ചാച്ചൻ മേടിക്കുകയായിരുന്നു എൻ്റെ. അവർക്ക് മക്കളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ആദ്യം അച്ചാച്ചൻ മരിച്ചു. അച്ചാച്ചൻ്റെ ഷോക്കിൽ കുഞ്ഞുമ്മയ്ക്ക് വയ്യാണ്ട് വന്നു. അങ്ങനെ ചെറുപ്പമായിരുന്നു രണ്ടുപേരും. കുഞ്ഞുമ്മ മരിച്ചു. പാലക്കാരനായിരുന്നേ. അതിൻ്റെ മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അച്ചാച്ചനെ കൊന്നു. മക്കളില്ലാത്ത അച്ചാച്ചൻ കുടിക്കും. ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടുകാർക്ക് കുടിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല.
അച്ചാച്ചന് മെക്കാട് പണിയായിരുന്നു, മേസ്ത്രി പണിയായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാർക്ക്, അപ്പൻ്റെ അനിയന് ചേട്ടൻ അനിയന്മാർക്കും പെങ്ങന്മാർക്കൊന്നും ഈ മേസ്ത്രി പണിക്കാർ ഇഷ്ടമല്ല, കൂലിപ്പണിക്കാർ ഇഷ്ടമല്ല. അങ്ങനെ അച്ചാച്ചനെ വീട്ടിൽ കയറ്റുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു അപ്പച്ചൻ്റെ വീട്ടുകാർ, അപ്പച്ചൻ്റെ അമ്മയൊന്നും. അവർക്ക് തീരെ ഇഷ്ടമായിരുന്നു കല്യാണത്തിന്. അങ്ങനെ അച്ചാച്ചൻ പൊന്നുവിന് കുഞ്ഞുമേലെ നോക്കുമായിരുന്നു, കള്ളു കുടിക്കും. അച്ചാച്ചന് പാവമായിരുന്നു, നല്ല കോമഡി. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ബിച്ചുമോളെ ബിച്ചുകൂടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയായിരുന്നു. എനിക്കാണ്ട് ഞാൻ അപ്പച്ചൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ എടുക്കുക. ആ കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുമ്മയുടെ കെട്ടിന് അച്ചാച്ചൻ ഭയങ്കര കോമഡിയാണ്. എന്നും പണിക്ക് വീട്ട് വരുമ്പോൾ ഒക്കെ കട്ടൻ ചായയും പലഹാരം മേടിച്ചോണ്ട് എനിക്ക് വളയും പൊട്ടൊക്കെ മേടിച്ചോണ്ട് വരും ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോൾ. അതിനെയാ കൊന്നത്. അത് ചത്തപ്പം അതിന് മക്കളൊന്നുമില്ല. അതിനാർക്കും ഇഷ്ടമല്ലായിരുന്നു ഈ കൂലിപ്പണിക്കാരനായതുകൊണ്ട്. ആൻജിലാകട്ടെ ചേച്ചി ബിജി ചേച്ചി പുള്ളിക്കാരൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഈ നാന മുത്തുച്ചിപ്പി എല്ലാം. ഇപ്പൊ ആ വീട് പൂട്ടിക്കിടക്കുക, കുഞ്ഞുമ്മയുടെ വീട്. അങ്ങനെ തന്നെ. ഒന്ന് നിർത്തോ പ്ലീസ്. ബിജി ചേച്ചി ഇന്നലെ അഷപ്പ ചേച്ചിയോടായിരുന്നു. അയ്യോ എന്നോട് ഐ ലവ് പാട്ട് കാര്യമില്ല മോനെ, ഞാൻ വീഴില്ല. ബിജി ചേച്ചിയോടൊന്ന് ഇപ്പൊ എന്തോരം ഐ ലവ് പറഞ്ഞാലും ബിജി ചേച്ചി വീഴുന്ന ടൈപ്പല്ല മോനെ, വീഴില്ല. ഓക്കെ വീഴും. ഞാൻ വീഴുന്നോ? പുറത്തു പോകണം 6 മണിക്ക് ശേഷം. ബാങ്കിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. വീഴ്ത്തും. എന്നാ വീഴ്ത്തി തന്നെ. നീ ആരാണെങ്കിൽ എന്നെ വീഴ്ത്തി കാണിക്കും. ഞാൻ നിന്റെ അടുത്ത് വീഴുന്നാ? നീ ഞാൻ മുടി പട്ടടിക്കും. നീ എന്നെ പ്രേമിച്ച് വീഴ്ത്തുന്ന നിന്റെ അണ്ടി നീ അല്ല നിന്റെ അപ്പം വിചാരം നടക്കില്ല. പിന്നെ എന്നെ വീഴ്ത്താൻ മറ്റുള്ള പെണ്ണുങ്ങളെ വീഴ്ത്താൻ പറ്റും, വിജയ് വീഴ്ത്താൻ പറ്റില്ല മോനെ. ഇത് വേറെ ലെവലാ. പ്രേമത്തിൽ വീഴുന്ന ആളൊന്നും അല്ല. വെല്ലുവിളിയാണോ? ആ വെല്ലുവിളിയാ. വെല്ലുവിളിക്കുന്നു. നീ വീഴ്ത്തോ? നീ ചേച്ചി ആടായില്ലാതെത്തുള്ളൂ. ഇവിടെ ഇത്ര പാപ്പിച്ചായം വന്നിട്ട് ഇത്ര വർഷമായി. ഇതുവരെ പാപ്പിച്ചായന് മുന്നേ ഞാൻ വീണിട്ടില്ല. ഇങ്ങനെ എപ്പോഴും വന്ന് ഐലാവി പറയും, എന്നിട്ട് ഞാൻ വീണിട്ടില്ല. പിന്നെയല്ലേ ഇന്നലെ വന്ന കണ്ടാറോളി. നല്ല കഥ. ചെവിയില് ഇപ്പൊ ഈ സംഭവം ശീലമായി തുടങ്ങി എനിക്ക്. പറഞ്ഞു കൊടുക്കും അങ്ങോട്ട്. പിന്നെയല്ല അവ എന്നെ വീഴ്ത്തുന്നു. മൈന നമുക്കൊന്ന് വീഴ്ത്തി കാണാം. ഇങ്ങനെ എന്നെ വീഴ്ത്തുമെങ്കിൽ ഞാൻ അങ്ങേർക്ക് 200 തർമ്സ് വെല്ലുവിളി. അതാണ് ഞാൻ മൈന ചേച്ചി അത്ര വീഴാൻ പോണേ. ഇവിടെ ഇത്ര മാത്രം സെക്സ് വീഡിയോസ് എൻ്റെ ഫ്രണ്ട്സുകള് പൂഷ്ടത്തിനും എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ അവരെ മുന്നേ വീണിട്ടില്ല. പിന്നെ നിന്റെ നല്ല കഥയായിട്ട്. ചേച്ചി കൂത്തി ചെപ്പിക്കേറി, ചേച്ചി കോത്തിൽ ചീപ്പ് കയറി. കൂടുതൽ യൂസ് ചെയ്യേണ്ട ബിജി. എന്നോട് എല്ലാവരും പറഞ്ഞു. ഒന്നാമത് എനിക്ക് ചെവി കംപ്ലൈന്റ് ഉള്ളതാ. എനിക്ക് ചെറുപ്പത്തിലുള്ളതാണേ. എനിക്ക് സ്കൂളിൽ പഠിച്ചപ്പം തുറന്നു പറയട്ടോ ഒന്നും തോന്നണ്ട. സ്കൂളിൽ പഠിച്ചപ്പം 4ാം ക്ലാസ് തുടങ്ങി അംഗവൈകല്യത്തിന് കാശ് കിട്ടുന്നതായിരുന്നു. എനിക്കിത് ഈ ചെവിക്ക് പാടേയില്ല. അതുകൊണ്ട് ഈ സാമാനോട്ട് ഇറങ്ങിപ്പോകും. ഈ ചെവിക്ക് ഇപ്പൊ കേൾവിക്കുറവുള്ളതാ. എന്നെ 10 വിളി വിളിച്ചാലേ ഞാൻ കേൾക്കുള്ളൂ. അതൊരു സീസൺ ആവുമ്പോ തണുപ്പ് കൂടുമ്പോ. എനിക്ക് ജലദോഷം കപ്പം വന്നു കഴിഞ്ഞാൽ ചെവി കേൾക്കൂല. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞേ. ഓപ്പറേഷൻ ചെയ്താൽ അത് ഭാഗ്യമുള്ളില്ല. ഒരു പാട അങ്ങോട്ട് നീങ്ങി കിടക്കുക. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്താൽ റെഡിയാക്കാം. പക്ഷെ അതിന് ഇതില്ല. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. റിസ്ക് എടുത്തതിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം. ഞാനത് കണ്ടില്ലാന്ന് വെച്ചു. എന്നിട്ടും ബഡ്സ് കുത്തിക്കൊണ്ടിരിക്കുക. എന്നോട് കുത്താൻ പാടാന്നാ പറഞ്ഞാണ് ബഡ്സ്. പക്ഷെ ചെവിട്ടിൽ ബഡ്സ് എടുത്ത് നല്ല സുഖം. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇട്ടിട്ട് ശീലായി. എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നു. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ അത് ഭാഗ്യം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. പിന്നെ റിസ്കിന് ഞാൻ നിന്നില്ല. അതുകൊണ്ട് ചേച്ചിക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിലും നോ പ്രോബ്ലം. ബിജി ചേച്ചി ഇഷ്ടം.
എനിക്ക് പല അസുഖങ്ങളുണ്ട്. എനിക്ക് ഈ അവസ്ഥമരത്തിന്റെ അസുഖമുണ്ട്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്ന് അറ്റൻഡ് ചെയ്യുവോ? ചിലപ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര പേടിയാ. ഫിക്സിന്റെ അസുഖമുള്ള വരെ ആർക്കും ഇഷ്ടമല്ല. ഈ മുഖത്ത് നല്ല ക്ഷീണമാണ്, എന്ത് പറ്റി? മുഖത്തിന് ക്ഷീണം ഉറങ്ങാഞ്ഞിട്ടോ? ഇന്ന് 4 കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു പുറത്ത് പോയിട്ട് ഇപ്പം വന്നോളൂ. ഇന്നൊരു പുറത്തൊരു അപ്പാർട്ട്മെന്റ് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഇവിടെ ഹയാത്ത് ഹോട്ടലിൽ ഒരു 3 മണിക്കൂറത്തേക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പോയിട്ട് ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നുള്ളൂ. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ജബിലാലിന്ന് തന്നെയായിരുന്നു, ജബിലാലി കസ്റ്റമർ ആയിരുന്നു. അപ്പൊ അവൻ റൂം എടുത്തു ഹോട്ടലില്, ഹയാത്തില്. അപ്പൊ അവൻ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി 2 മണിക്കൂർ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. 900 രൂപ വന്നു 2 മണിക്കൂറത്തേക്ക്. നല്ല കസ്റ്റമർ ആയിരുന്നു. നല്ല മസാജൊക്കെ ചെയ്ത് കൊടുത്തത്, പൊളിച്ചു. അതായിരിക്കും ക്ഷീണം മുഖത്ത്. എല്ലാം റെഡിയാവും. എനിക്കൊന്നും വയ്ക്കും, ചെവി എനിക്ക്. ഇങ്ങനെ പൈസ വെറുതെ കളയണേ. വീട് പണി എവിടെ എത്തി? വീട് പണി ടെറസിന് മേളിൽ കഴിഞ്ഞു. മെയിൻ മാർക്ക് സൈഡ് സൈഡ് വർക്ക് കഴിഞ്ഞു. ഇനി മോളോട് റൂം എടുത്തുകൊണ്ടിരിക്കുക, 2 റൂം. ഞാൻ ഹോട്ടലിൽ റൂം എടുത്തു. വിജിയെ വിളിച്ചാൽ വരുമോ? പിന്നെ 6 റൂം എടുത്താലും വിളിച്ചാൽ വരും. പക്ഷെ നല്ല അടിപൊളി സർവീസ് ആയിരിക്കണം. നന്നായിട്ട് ഒരു വീഡിയോ വിട്ടുതരും. അതേ ഇവിടെ വിട്ടുകൊടുത്ത ആൾക്കാർ കുറെ ഇരിക്കുന്നു. അച്ഛി സോറി. ഞാൻ നിനക്ക് കിട്ടുന്ന വീഡിയോസ് അല്ലാതെ ഇത് വേറെ. ഞാൻ ഹോട്ടലിൽ വീഡിയോ കണ്ടാലേ വരൂ. അയച്ച അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വരും. ഹലോ, എല്ലാരും പോയി. അശ്വ ചേച്ചി, വീഡിയോ കണ്ടില്ലെങ്കിലും ചേച്ചി സൂപ്പറാണ്. ഞാനോ? വലിയ കുഴപ്പമില്ല. പൊതുവെ ആളുകൾ നല്ല അഭിപ്രായമാണ് പറയാറ്. ആരും മോശമൊന്നും പറയില്ല അല്ലേ? എന്നെ എത്ര ആൾക്കാർ നേരിട്ട് കാണാൻ കൊതിക്കുന്നുണ്ടെന്നറിയോ? ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആരെ കാണാൻ പോകാറ്. എല്ലാവരും വിശ്വസിച്ച് പോകാൻ പറ്റും കൂടെ ആയിരമാരും. ചില ആൾക്കാർ എന്തൊക്കെയാ നമ്മൾ ചെയ്യാന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് കംഫോർട്ടബിൾ ആയ ആൾക്കാർ കൂടെ മാത്രമേ പോവുള്ളൂ. പക്ക ഡീസന്റ്. പുറത്തുണ്ട് ഭയങ്കര മടി. പുറത്തു പോകാൻ ഭയങ്കര മടി. ഷിബുസേ വയറുവേദന എടുക്കുന്നു കേട്ടോ. ഇപ്പൊ വർക്ക് എടുത്ത് കഴിഞ്ഞ് വന്നേയുള്ളൂ. ഇപ്പൊ വന്ന് കേറുള്ളൂ വർക്കിന് പോയിട്ട്. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂറോളം എടുത്തു കേട്ടോ. എനിക്ക് വൈകി അതുകൊണ്ട് ഉറക്കം വന്നു. 3 മണിക്കൂർ മസാജ് ചെയ്യിപ്പിച്ചു. ഇപ്പം വന്നേ ഉള്ളൂ ഞാൻ. എന്റെ കുണ്ടി വരെ വേദന എടുക്കുന്നു, സീരിയസ്ലി. അയ്യ എന്റെ മൈന മോളെ, അവൾ അത്രയും പാട് പഠിപ്പിച്ചു ചേച്ചിനെ.